ഹലോ നമസ്കാരം. ട്രാവൽ ഫണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും ഞാൻ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടെ പിറവത്ത് തന്നെ. പിറവത്ത് നമ്മുടെ കാഞ്ഞിരമറ്റം ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിൽ ഒലിപ്പുറം എന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. ഒരു അടിപൊളി സ്ഥലമാണ് ഒലിപ്പുറം. ആ ഒലിപ്പുറത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. തികച്ചും എന്താ പറയുക, നല്ല നാടൻ സൗന്ദര്യം, അതാണ് ഗ്രാമീണ ഭംഗി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. ഒരുപാട് ആളുകൾ ഇവിടെ കാണാൻ വരുന്നുണ്ട്, ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോസൊക്കെ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ കമൻസ് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ പറയുക, ഞാൻ മാക്സിമം അവിടെ എത്തിച്ചേരാം. പിന്നെ എൻ്റെ നാടിൻ്റെ കാഴ്ചകളാണ് കൂടുതൽ ഞാൻ ഇതിനെ ഒപ്പിയെടുക്കുന്നത്, എൻ്റെ വ്ളോഗിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. അപ്പോൾ നേരെ ഒലിപ്പുറത്തെ കാഴ്ചകൾ വേണ്ട. കുറേ പറഞ്ഞ് മീൻ പിടിക്കണ്ടേ? കിട്ടിയോ? കറുപ്പാണ്, കറുപ്പ് എന്ന് പറയും. ഇത് ആമ്പൽക്കുളല്ലേ ഏട്ടാ അല്ലേ? ഇത് ഇപ്പോൾ വിരിയാറുണ്ടോ അതോ ഇപ്പോൾ കുറവല്ലേ? ഇപ്പോൾ ഓണമൊക്കെ ആകുമ്പോൾ വിരിയായിരിക്കുമല്ലേ? പോലെ രാവിലെ ഉണ്ടാവും അല്ലേ? ഹലോ നമസ്കാരം. ട്രാവൽ ഫണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും ഞാൻ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടായ പിറവത്ത് തന്നെയാണ്. പിറവത്ത് കാഞ്ഞിരമറ്റം ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള ഒരു റോഡുണ്ട്. അവിടുത്തെ ഒരു സ്ഥലപ്പേരാണ് ഒലിപ്പുറം. ആ ഒലിപ്പുറത്തിൻ്റെ കാഴ്ചകളാണെന്ന് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് കേട്ടോ. ഇവിടുന്ന് വെച്ചിട്ട് തികച്ചൊരു ഗ്രാമാന്തരീക്ഷമാണ്. നല്ല കാഴ്ചകളുണ്ട്, വയലുണ്ട്, അതുപോലെ ചെറിയ ചെറിയ തോടുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം നിങ്ങളുടെ സിനിമയ്ക്ക് ലൊക്കേഷൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനൊക്കെ ലൊക്കേഷനായിട്ട് സ്ഥലമാണ്. പിന്നെ കുറച്ച് ആമ്പലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, നോക്കാം എന്തായാലും. പിന്നെ ഒരുപാട് ആളുകൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നേരെ വീഡിയോസൊക്കെ കാണാം. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ ഒലിപ്പുറത്തെ വീഡിയോകൾ കാഴ്ചകളിലേക്ക്. ചേട്ടാ നോക്കിയേ, ആ ഭാഗത്തൊരു നല്ല റോഡുണ്ട് കേട്ടോ. ഒരു സൈഡ് ഇങ്ങനെ കേട്ടോ, ഒരു മൈൽക്കുറ്റി പോലെ ഇങ്ങനെ സംഭവങ്ങൾ വെച്ചേക്കണേ. അവിടെ നല്ല രസമാണ് കാണാനൊക്കെ. ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അവിടെ. അങ്ങനെയൊക്കെ നോക്കിയിരിക്കാൻ കുറേ നേരം സമയം പോകും. നല്ല രസമാണ് ഇങ്ങനെ കണ്ടിരിക്കാനൊക്കെ. ഒരു അഷ്ടമയം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നല്ല ഭംഗിയാണ് അതൊക്കെ. ചെറിയ മീനല്ലേ? എന്താ സംഭവം ഒരുപാടാണല്ലോ, ഒത്തിരി ആളുണ്ടല്ലോ. സംഭവം ഒത്തിരി പാടത്തിന് വെള്ളം കയറി വരികയല്ലേ. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ മീൻ, പള്ളത്തി, അതുപോലെ തന്നെ കറുപ്പ്, ഇതൊക്കെ. അപ്പോൾ ഇത് ഒന്ന് പിടിക്കാനുള്ള കുഴപ്പമില്ല. ഒരുപാട് ആളുകളുണ്ട്. റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഫുൾ ആളുകളിരിക്കാം. പിന്നെ കാഴ്ചകളിൽ ഇരിക്കാം, ഒരു എൻ്റർടൈൻമെൻറ്റ്. എന്തായാലും ചൂണ്ടൊക്കെ ഇടാൻ കറക്റ്റ് രീതിക്കായോ. ആഹാരം പെരുതാണോ? ചേട്ടാ മീൻ കിട്ടിയോ? എന്ത് മീൻ കിട്ടിയ കാണിച്ചേ? ഓ അടിപൊളി. താര പിടിച്ചേ മോനാണോ?
എല്ലാവരും കൂടെ പിടിച്ചോ? ഓക്കെ ഓക്കെ. നല്ല രസമുണ്ടല്ലേ ഇവിടെ വരാറുണ്ട് ഇടയ്ക്ക്? പിള്ളേരൊക്കെ ആയിട്ട് വന്നിരിക്കും. എൻ്റെ കൂടെ ഇവിടുത്തെ അടുത്തുണ്ട്. ചേട്ടൻ വരുന്ന മീൻ പിടുത്തം കണ്ടപ്പോൾ അടിപൊളിയായിട്ട് വളരെ ഹാപ്പി. സംഭവം എന്നറിയോ, ഇവിടെ നല്ല ദൂരം നടക്കാനുണ്ട് കേട്ടോ. കാര്യം ഞാൻ ഇവിടുത്തെ ആണെന്നുണ്ട് നമ്മുടെ വീടിൻ്റെ ഒക്കെ അപ്പുറമാണ് ഈ ഭാഗം. ഇപ്പം നമ്മളാ നിന്ന ഒലിപ്പുറം ഭാഗത്തുനിന്ന് ഇത് കാഞ്ഞിരമറ്റം റോഡാണ്. ഇവിടെ നല്ലോണം അങ്ങോട്ട് നടക്കാനുണ്ട്. ഇതൊക്കെ റോഡിൻ്റെ ഭാഗമാണ്. ഇത് റോഡ് സൈഡും ഇങ്ങനെ വയലും കൂടെ ഉള്ള കാരണം ഉണ്ടല്ലോ, ഒരുപാട് ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറം കൂടെ ഒന്ന് പോയി നോക്കാം. നടക്കാനാണ് ഇപ്പോൾ എത്തുന്ന തോന്നല്ല. ഞാൻ ബൈക്ക് അവിടെ ഇട്ടേ വെച്ചേക്കുന്നത്. അപ്പോൾ അതൊന്ന് എടുത്തുകൊണ്ട് പോകാമെന്ന് ഓർത്താം. നോക്കാം കാര്യം. അയ്യോ കണ്ടോ, ഇതുകൊണ്ടോ ഒത്തിരി ആളുകളുണ്ടോ? അടിപൊളി. ഇങ്ങോട്ട് ചെയ്തോ. എന്താ നമ്മൾ കാണാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാറുള്ളൂ. അയ്യോ എന്തായാലും സൂപ്പർ സ്ഥലം, ഒരു രക്ഷയില്ല. സംഭവം ഇവിടെ പൊളി വൈബാട്ടോ, ഒരു രക്ഷയില്ല ഒലിപ്പുറം. കാരണം ഞാൻ എൻ്റെ തൊട്ട് അപ്പുറമുള്ള ആളാണെങ്കിലും നമ്മളിങ്ങനെ വന്നിട്ടില്ല കേട്ടോ ഈ ഭാഗത്തേക്ക്. മെയിനായിട്ട് നമ്മളവിടെ വന്നിട്ട് പോകാറുള്ളൂ. ഇത് സംഭവം പൊളി വൈബ്, ഒരു രക്ഷയില്ല മൊത്തം. കാര്യം നമുക്ക് ഒരു ഷോപ്പുള്ളൂ ഇവിടെ ചായക്കട, പക്ഷെ എന്നാലും നല്ല രസമുണ്ട് കാണാനായിട്ടത്. ഇത്ര ആളുകൾ ഇവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ നാട്ടുകാരെ നമ്മൾ ഓടിക്കും. അടിപൊളി.